പണ്ടുണ്ടായ സംഭവം 2022 ആ ഒരു സമയത്ത് ഉണ്ടായ സംഭവം. സ്റ്റെഫനി മറ്റെന്ന് പറഞ്ഞൊരു പെൺകുട്ടി. ആ പെൺകുട്ടി ചെയ്തു പറഞ്ഞാൽ ആ പെൺകുട്ടി പല പരിപാടികളും ചെയ്തു നോക്കി. പക്ഷെ ഒന്നും അത്രയും കയറുന്നില്ല. ഓൺലി ഫാൻസിൽ പറയുമ്പോൾ പല പെൺകുട്ടി സംഭവം ഇവർ കയറുന്നില്ല. അങ്ങനെ പിന്നെ ഓരോ ഇവളുടെ വീഡിയോസിനൊക്കെ പല ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത് തുടങ്ങി. അതായത് ഫാർട്ട് എന്താണെന്ന് അറിയില്ലേ? ഈ ഫാർട്ട് എനിക്ക് അതായത് അത്രയും പല ആൾക്കാർക്കും പല ഫെറ്റിഷുകളാണല്ലോ. അപ്പോൾ ഇയാൾക്കുള്ള ഫെറ്റിഷ് എന്ന് പറഞ്ഞാൽ ഇയാൾ റിക്വസ്റ്റ് ചെയ്ത ഫെറ്റിഷാണ് ഫാർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ റിക്വസ്റ്റ് ചെയ്തത്. അത്രയും ആൺകുട്ടികൾ എന്താ ആലോചിച്ചോക്കണേ. ഒരു പ്രത്യേകിച്ച് ഇവള് പറഞ്ഞ ഇവളെ മെയിൻ ഫാൻസ് ഇന്ത്യയിൽ നിന്നും ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെയാണെന്നാ. അതായത് ഇന്ത്യക്കാരും അതിലുണ്ട്. അപ്പോൾ ഇവള് ഇതേപോലെ ഈ ഫാർട്ട് അല്ലെങ്കിൽ ഈ സംഭവം കുപ്പിയിലാക്കിയിട്ട് ഇത് ആലോചിച്ചോക്കണം, കുപ്പിയിൽ മറ്റേ ജാറിലാക്കിയിട്ട് ആൾക്കാർക്ക് എക്സ്പോർട്ട് ചെയ്യുക. ഇവളെന്താ അതിന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ 1.5 കോടി രൂപ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ വുമൻസിന്റെ ഫാർട്ട് പറയാൻ എന്താ മറ്റേ പാലപ്പൂവിന്റെ മണോ? അത് നമുക്ക് തോന്നും. പക്ഷെ ഇവർക്ക് പറഞ്ഞാൽ അതൊക്കെ ഒരു ഫെറ്റിഷായിട്ട് എടുക്കുകയാണ്. പാർട്ടി അത് കുറച്ച് പറഞ്ഞു അതിനും വലിയ ഫെറ്റിഷുണ്ട്. പക്ഷെ അതിൽ കിടന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സെൻസർ ചെയ്തിട്ടുണ്ട് ആ രീതിയിലേക്ക്. അതായത് ഇവിടെ ചാർജ് ചെയ്ത് പറഞ്ഞാൽ ഒരു ജാറിന് $1000 ആണ് ഇവിടെ ചാർജ് ചെയ്തത്. എങ്ങനെ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് എങ്ങനെ നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ചാർജ് ചെയ്തിട്ട് ഇത്ര ആൾക്കാർ മേടിക്കണുണ്ട് ഈ സാധനം. ഇത്ര ആൾക്കാർ ഈ സംഭവം മേടിക്കണുണ്ട്. എന്താ ഇവള് വെറുതെ അടിച്ചിറക്കണേ കുഴപ്പമില്ല, ഇത് ആൾക്കാർ മേടിക്കാനുണ്ട്. പിന്നെ ഇവള് വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് അതിനു വേണ്ടി മാത്രമല്ല പൈസ കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് കുറെ ഫാൻസ് ചില ആൾക്കാരൊക്കെ ഡെയിലി മെസ്സേജ് ഒക്കെ എത്ര എന്തിന് ജസ്റ്റ് മുഖം സ്ക്വിൻറ്റിയില്ലേ, നമ്മളിങ്ങനെ മുഖം ഇങ്ങനെ ആക്കൂലേ, അങ്ങനെ ചെയ്യണതിന് ഇവൾക്ക് പൈസ കൊടുക്കുക. അങ്ങനെ ആക്കണതിന് പൈസ കൊടുക്കുക. ഇവൾക്ക് തന്നെ ഇവിടെ ചില സമയത്ത് അത്ഭുതപ്പെടുക, എന്തിനാ ഇവർ നിങ്ങൾക്ക് പൈസ തരുന്നത്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് മുഖം ഇങ്ങനെ ആക്കൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്തിനാ ഇങ്ങനെ ഇതാക്കണത് പൈസ തരുന്നത്? അതേപോലെ തന്നെ വേറൊരു പെൺകുട്ടി, എന്താണ് അതിൻ്റെ പേര്, ബെല്ല ഡെൽഫി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി. ഈ പെൺകുട്ടി ചെയ്ത് പറഞ്ഞാൽ ബാത്ത് വാട്ടർ ഉണ്ട്, കുളിച്ച വെള്ളം കുപ്പിയിലാക്കി കൊടുത്ത് അത് മേടിക്കാൻ ആൾക്കാർ മിനറൽ വാട്ടർ പോലെ. ഇതൊരു മനുഷ്യൻ തന്നെയല്ലേ, ഏതൊരു മനുഷ്യനുണ്ടാവുന്ന പാർട്ട് തന്നെയാണ് എല്ലാവർക്കും. അപ്പൊ കുളിച്ച വെള്ളം അത്ര അഴുക്കാ പോകുന്നത്. ഇപ്പൊ ഇവള് കുളിച്ചാൽ തന്നെ എത്ര ആൾക്കാർക്ക് അറിയാം? ഇവളെന്നെ ഇട്ട് നിറച്ചിട്ട് കുപ്പിയിലാക്കിയെന്ന് എത്ര ആൾക്കാർക്ക് അറിയാം? എന്തിനാണ് ഇവര് കുളിക്കുമ്പോ മറ്റേ വാനില ഫ്ലേവർ ഇങ്ങനെ ഒഴുകിപ്പോ ശരീരത്തിന്ന്. എന്താ ഇവരെ ഓരോ ഫെറ്റിഷുകൾ. പിന്നെ അതേപോലെ തന്നെ ഇവളെന്നെ പറഞ്ഞതാണ്, അതായത് ഇവളുടെ മറ്റേ തൊണ്ടക്കുള്ളിൽ നമുക്ക് അറിയില്ല ഒരു ഊബൂല എന്ന് പറയും, ഈ തൊണ്ടന്റെ ഉള്ളിലൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു സാധനം തൂങ്ങിക്കിടക്കണം, അതിന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് കുറെ ആൾക്കാർ അതിന്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ $100 കൊണ്ട് തരാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇത്രയും മാത്രം എന്താ പറയാ സെക്ഷൽ. ഇവര് പറയും നമ്മളെ ഇന്ത്യക്കാരാണ് കൂടുതൽ സെക്ഷൽ ഫസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കണമെന്ന് എല്ലാരും പറയാം. ഇങ്ങനെയൊക്കെ ഇന്ത്യക്കാര് ഒരു ശതമാനം പോലും ആയിട്ടില്ല കേട്ടോ. ഇത് ഈ രീതിയിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഇവര് ഇവിടെ എന്താ അവിടെ അമേരിക്കയിൽ എല്ലാ പെൺകുട്ടികളും ഭയങ്കര നോർമലായിട്ട് കാണുന്നത്, അവിടെ ഈ നഗ്നത എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നോർമലൈസ് ആയിട്ട് തന്നെ അവർക്ക് ഇതൊരു വിഷയമില്ലാന്ന് അവർ പറയണത്. പാട്ട് കുപ്പിയിലാക്കി വെക്കുന്നത് നോർമലാണ്. എന്നിട്ട് അവിടെ ഇപ്പൊ എന്താ ഇപ്പൊ അപ്പോഴത്തെ അവസ്ഥ, പാട്ട് കുപ്പിയിലാക്കി വെക്കുക, പിന്നെ കുളിച്ച വെള്ളം എടുത്ത് കൊടുക്കുക, പിന്നെന്താണ് ഇതിന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കുക, അങ്ങനെ വീടായിട്ടുള്ള സംഭവങ്ങൾ. ഇതിപ്പോ നമ്മളിപ്പോ പറഞ്ഞ സംഭവം, അതായത് ഏത് സ്റ്റെഫനി മറ്റോ പറഞ്ഞ ആള്, പക്ഷെ അതിനും കടുപ്പാണ് അവസ്ഥ.